أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1062 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 1-2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അളീം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ഈ സൂറത്തിനുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നലെ ഞാൻ നിർവഹിക്കുകയുണ്ടായത്. 78 ആയത്തുകൾ അടങ്ങിയ മക്കയിൽ ഒരു ഭാഗവും ബാക്കി ഭാഗം മദീനയിലുമായിട്ട് അവതരിച്ച പൊതുവെ മദനീയ ആയ സൂറത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ ഇന്ന് ഇവിടെ അതിന്റെ ആയാത്തുകളുടെ പഠനം ആരംഭിക്കുന്നത്. താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ സൂറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ട്രാൻസിഷൻ പീരീഡിൽ വളരെ സുപ്രധാനമായ വളരെ നിർണായകമായ ചില നിലപാടുകളും അതുപോലെ നയരൂപീകരണവും ഒക്കെ ഉണ്ടായിരുന്നതിനെ പ്രതിപാദിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ഹജ്ജ്. ഹജ്ജ് എന്ന വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. സന്ദർശനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട വിശുദ്ധ ഭവനം മക്കയിലെ കഅബ, അതിന്റെ ചുറ്റുമായുള്ള മസ്ജിദുൽ ഹറാം, ഈ ഇടത്തേക്ക് അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹജ്ജിന്റെ അംഖാനുകൾ, ബാക്കി പരിസര പ്രദേശങ്ങൾ, ഈ ഇടങ്ങളിലൊക്കെ വർഷത്തിൽ നിർണിതമായ ഒരു സമയത്ത് സന്ദർശനം നടത്തുന്നതിനാണ് സാങ്കേതികമായിട്ട് ഹജ്ജ് എന്ന് പറയുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 9, 10 അതിനെ തുടർന്നുള്ള 2-3 ദിവസങ്ങൾ ഒക്കെ അടങ്ങിയതാണ് ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ. ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിൽ എത്തുന്നത്
പലപ്പോഴും ഈ ഹജ്ജിന്റെ മാസം അല്ലെ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളുടെ ദിനങ്ങൾ തുടങ്ങുന്നതിന്റെ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ മുന്നേ ആയിരിക്കും. അതിനുള്ള യാത്ര കൂടി പരിഗണിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ ദുൽഖഅദ മാസത്തിൽ തന്നെ ആളുകൾ അതിനു വേണ്ടി യാത്ര പുറപ്പെടുകയാണ് ചെയ്യാറുള്ളത്. 3 മാസങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ വേണ്ടി വരുന്ന ഒരു തീർത്ഥാടന യാത്രയാണ് ഹജ്ജ്. നമ്മുടെ കാലഘട്ടത്തില് യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുപാട് വികസിച്ച ഒരു സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ 1-2 ആഴ്ചകൾ കൊണ്ടോ ഒക്കെ നിർവഹിച്ച് പൂർത്തിയാക്കി പോരാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച വിധത്തില് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ മാർഗത്തില് അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട സത്യവിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ അവരിൽ ഏറ്റവും ശക്തമായ വിധത്തില് ഒരു ഗൃഹാതുരത്വവും വൈകാരിക പ്രക്ഷുബ്ധതയും ഒക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്ദർഭമായിരുന്നു തൊട്ടുടനെ തന്നെ വന്നു ചേർന്ന ഹജ്ജ് കാലം. ആ ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്തിലെ മിക്ക ആയത്തുകളും, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം 25 മുതൽ 78 വരെയുള്ള ആയത്തുകൾ അടങ്ങിയ ഭാഗം അവതരിക്കുകയുണ്ടായത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ പരാമർശിച്ചു. മക്കയിലെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടുത്ത അനുയായികളും ഹിജ്റ പുറപ്പെടുന്നതിന് തയ്യാറായ ആ സന്ദർഭത്തില് അവർക്ക് മക്കയിലെ നിഷേധികളും അതുപോലെ ബഹുദൈവത്വത്തിന്റെ ആളുകളും ഒക്കെ ആയിട്ടുള്ള ഖുറൈശികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകപ്പെടുന്ന കടുത്ത ഭാഷയിലുള്ള താക്കീതും മുന്നറിയിപ്പും അതുപോലെ തന്നെയുള്ള അവരോട് കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മക്കയിലെ അവസാന നാളുകളിലാണ് ഈ ഭാഗം അവതരിക്കുകയുണ്ടായത് എന്നും വ്യക്തമാക്കപ്പെട്ടതാണ്. ഈ ആയത്തുകള് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ 2 ആയത്തുകളാണിത്. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് മുഴു ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. യാ അയ്യുഹൻ നാസ്. എന്നിട്ട് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ശിക്ഷയെ, കോപത്തെ, അവന്റെ നടപടികളെ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇത്തഖൂ റബ്ബക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തഖ്വയുള്ളവരാവുക എന്നാണ് അതിന്റെ പ്രാഥമികമായി മനസ്സിലാക്കുന്ന അർത്ഥമെങ്കിലും തഖ്വ എന്ന വാക്കിന് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും വ്യത്യസ്തമായ അർത്ഥകൽപ്പനകൾ ആണുള്ളത് എന്നത് നമുക്കറിയാവുന്നതാണ്. സൂക്ഷ്മത കാണിക്കുക, ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുക എന്നതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥമെങ്കിലും ഭയപ്പെടാനും കരുതലും ശ്രദ്ധയും ഉണ്ടാകാനും ഒക്കെ ആവശ്യപ്പെടുന്ന അർത്ഥതലങ്ങൾ കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഭയഭക്തിയുള്ളവരാവുക, ഭയപ്പാടുള്ളവരാവുക എന്നൊക്കെയുള്ള വിധത്തില് അർത്ഥകൽപ്പനകൾ നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഴുവൻ ജനങ്ങളെയും, മനുഷ്യരാശിയെ ഒന്നാകെ തന്നെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു
ഇക്കാര്യം ഇവിടെ പറയുന്നത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, നിങ്ങളുടെ സ്രഷ്ടാവായ നാഥനോട് ശരിയായ ഗൗരവത്തോടു കൂടിയുള്ള നിലപാടുള്ളവരാവുക. അവന്റെ നടപടിക്രമങ്ങളെ നിങ്ങൾ ഭയപ്പാടോടുകൂടി ഉൾക്കൊള്ളുക. അവയെ നിസ്സാരമായിട്ട്, ലളിതമായിട്ട്, അതുപോലെ അപ്രധാനമായ വിധത്തില് കാണരുത്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തഖ്വയുടെ നിലപാടുള്ളവരാവുക. അവന്റെ നടപടിക്രമങ്ങൾ വരാനിരിക്കുന്നു എന്ന ഹിഡനായ ഒരു സൂചന അതിലുണ്ട്. അതിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. അത് ഭയപ്പാടോടുകൂടി മാത്രമേ നിങ്ങൾ അതിനെ നോക്കിക്കാണാൻ മുതിരാവൂ എന്നതാണ് നൽകപ്പെടുന്ന ഒരു നിർദ്ദേശം. ഇന്ന് സൽസലത്ത് സാഅത്തി ശൈഉൻ അദീം, സാഅത്തിന്റെ അന്ത്യസമയത്ത് സൂചിപ്പിക്കുന്ന പദമാണ് സാഅത്ത്. വിശുദ്ധ ഖുർആനിൽ ആ അർത്ഥത്തില് ഈ പദം പലയിടങ്ങളിലും ഉപയോഗിച്ചത് കാണാം. അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയാനകം തന്നെയാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം, അതിഭയങ്കരമായ ഒരു കാര്യമാണ് അന്ത്യസമയത്തിന്റെ ആ പ്രകമ്പനം എന്നത്. ആർക്കും നിർഭയരായിട്ട് കഴിയാൻ സാധിക്കുന്ന ഒരു അനുഭവമല്ല അത്. അന്ത്യസമയത്തിന്റെ സൽസലത്ത് എന്ന് പറയുന്നത് വളരെ ഭീതി ജനിപ്പിക്കുന്ന, വളരെ ഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നടപടി വരാനിരിക്കുന്നു. സാഴത്ത് വന്നു ചേരാൻ അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുക മാത്രമാണ് വേണ്ടതുള്ളത്. ഇന്ന് സൽസലത്തെ സാഴത്തി ശൈഉൻ അദീം, തീർച്ചയായിട്ടും അന്ത്യസമയത്തിന്റെ ആ പ്രകമ്പനം, സൽസലത്ത് നമ്മൾ വേറെയും കാണുന്നുണ്ട്. സൂറത്തു സിൽസാലില്, അല്ലെങ്കിൽ സൂറത്തു സൽസലയില് ഇക്കാര്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ എന്ന വിവരണം നമുക്ക് സൂറത്തു സൽസലയുടെ തുടക്കത്തിൽ കാണാം. ഭൂമി അതിഭയങ്കരമായി പ്രകമ്പനം കൊള്ളിക്കപ്പെടുമ്പോൾ, അതിന്റെ അന്തർഭാഗത്തുള്ളതൊക്കെയും ഭൂമി പുറത്തേക്ക് തള്ളുകയും ചെയ്യുമ്പോൾ എന്നാണ് അവിടെ ആ സൂറത്തിന്റെ തുടക്കം. അപ്പൊ അന്ത്യസമയം അള്ളാഹു നിശ്ചയിച്ച വിധത്തിൽ വന്നു ചേരുമ്പോ ഭൂമി അടിമേൽ മറിക്കപ്പെടുകയും ആകാശം ചുരുട്ടിക്കൂട്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ് വരാനിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഭൂമി അടിമേൽ മറിയുന്നു, അതിന്റെ വ്യവസ്ഥ പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു. കിഴക്ക് നിന്ന് ഉദിച്ചുയരാറുണ്ടായിരുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ ഒരു സന്ദർഭത്തെയാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് വളരെ പ്രമുഖരായ പല സഹാബിമാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സൂര്യൻ കിഴക്കുദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിക്കുന്ന, ഭൂമി അടിമേൽ മറിയുന്ന, പർവ്വതങ്ങള് ധൂളികളായിട്ട് മാറ്റപ്പെടുന്ന ആ ഒരു സന്ദർഭം, അതിന്റെ ആദ്യഘട്ടമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് എന്നതാണ് പ്രഗത്ഭരായ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് സൽസലത്തെ സാഴത്തി ശൈഉൻ അദീം, മുഴു ജനങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടിയുള്ള അവന്റെ നടപടികളെ കുറിച്ച് ഭയമുള്ളവരായിക്കൊണ്ടുള്ള ജാഗ്രതയുള്ള നിലപാട് സ്വീകരിക്കുക. തീർച്ചയായിട്ടും അന്ത്യസമയത്തിന്റെ പ്രകമ്പനം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു സംഗതി തന്നെയാണ് എന്നാണ്. സുനാമിയും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിന്റെ ഭീകരത
ചെറിയ തോതിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോസ് പലപ്പോഴും നമ്മളെ കൺമുന്നിൽ എത്താറുണ്ട്. വലിയ കെട്ടിടങ്ങള്, അമ്പരചുംബികളായ കെട്ടിടങ്ങള്, ദീർഘകാലത്തെ പ്രയത്നത്തിലൂടെ മനുഷ്യനുണ്ടാക്കിയ വലിയ നദികളെ, ജലാശയങ്ങളൊക്കെ കുറുകെയായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന മേൽപ്പാലങ്ങള്, ഇതൊക്കെ തന്നെ അതിന്റെ തൂണുകള് ഉതിർന്നു വീണ്, കെട്ടിടങ്ങള് തകർന്നു വീണ്, ആ ജലപ്രവാഹത്തിൽ അങ്ങനെ അതിന്റെ ഡീബ്രി ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച അതിഭീകരമാണത്. വലിയ വാഹനങ്ങള് വെള്ളത്തിൽ ഒഴുകി വന്ന് വേറെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെ ഇടിച്ച് അവയെയും കൂട്ടി ഒഴുകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇത്തരം പ്രളയങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വളരെ ചെറിയ തോതിൽ മാത്രമുള്ള ഇത്തരം പ്രകമ്പനമോ അതുപോലെയുള്ള സംഗതിയോ ഒക്കെ ആയിരിക്കണം. അന്ത്യനാളില് ഭൂമുഖത്താകമാനമായിട്ട് ഈ ഒരു അവസ്ഥ സംജാതമാവുകയാണ്. അതിഭീകരമായ വിധത്തിൽ ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം. അത് തീർച്ചയായിട്ടും ഷൈഉൻ അദീം, അതിഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് അല്ലാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യൗമ തറൗനഹ, തുടർന്ന് പറയുന്ന അതാണ്, യൗമ തറൗനഹ, നീ അത് നേരിട്ട് കാണാനിടയാവുന്ന ആ നാളിൽ, ആ നാളിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. യൗമ തറൗനഹ, നീ ആ നാളിനെ അനുഭവിക്കുമ്പോ, നീ ആ നാളിനെ കാണാൻ നിനക്ക് അവസരമുണ്ടാകുമ്പോ, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർളഅത്, ആ നാളിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. മുലയൂട്ടുന്ന, പാലൂട്ടുന്ന ഓരോ മാതാവും അവളുടെ കുഞ്ഞിനെ, ഏതൊരാളെയാണോ, ഏതൊരു പൈതലിനെയാണോ അവര് പാലൂട്ടിയിരുന്നത്, ആ കുഞ്ഞിന്റെ കാര്യം പോലും മറന്നു പോകുന്ന ഒരവസ്ഥ. യൗമ തറൗനഹ, ആ ഭീകരമായ അവസ്ഥ നീ കാണുമ്പോ, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർളഅത്, ആ നാളിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഓരോ മുർദിഅത്തും, മുർദിഅത്ത് എന്ന് പറഞ്ഞാൽ പാലൂട്ടുന്ന മാതാവ്, അമ്മ, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അറബി ഭാഷയില് ഏതെങ്കിലും കുഞ്ഞിനെ പാലൂട്ടുന്ന ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കല് മുർദിഅ എന്നാണ്. മുർദിഅ എന്നാണ്, പാലൂട്ടുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഗർഭിണിയെ ഹാമിൽ എന്ന് അറബി ഭാഷയിൽ അതിന്റെ മാസ്കുലിൻ ഫോമിലാണ് പരാമർശിക്കാറുള്ളത്. അതേപോലെ തന്നെ മുർദിഅ എന്നതിനെയും സാധാരണ പാലൂട്ടുന്ന ഒരു സ്ത്രീയെ എന്ന് പറഞ്ഞാൽ അമ്മയല്ല, പാലൂട്ടാനെ ഏൽപ്പിച്ച ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് പാലൂട്ടുന്ന, അതിന് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ മുർദിഅ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. സ്വന്തം കുഞ്ഞിന് പാലൂട്ടുമ്പോ അത് സൂചിപ്പിക്കുന്ന പദമാണ് മുർദിഅത്ത് എന്നത്. അപ്പൊ സ്വന്തം പൈതലിന് അതിനെ മാറോട് ചേർത്ത് പിടിച്ച് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, ഒരു മാതാവ്, അത് ആ സ്ത്രീ മറന്നു പോവുകയാണ്, വിസ്മരിച്ചു പോവുകയാണ് ആ കുഞ്ഞിനെ. അത് അത്യസാധാരണമായ ഒരു കാര്യമാണ്. എത്ര വലിയ ദുരന്തം നേരിടേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമുക്കറിയാം, ഭൂമി കുലുക്കവും അതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായെടുത്ത് അവശിഷ്ടങ്ങള് മാറ്റുമ്പോൾ, നീക്കം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ചിത്രങ്ങള്, സ്വന്തം പൈതലിനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിടങ്ങളുടെ വലിയ മേൽക്കൂരകൾ തന്റെ മേല് വന്ന് വീണപ്പോ പോലും കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ശരീരം കുനിച്ച് ആ ശരീരത്തിനകത്തായിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനൊന്നും പറ്റാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നത് ഏത് മാതാവും, മുലയൂട്ടുന്ന ഏത് മാതാവും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്രയും കുഞ്ഞിന്റെ കാര്യത്തിൽ ജാഗ്രതയുള്ളവളായിരിക്കും ഒരമ്മ.
മുലയൂട്ടുന്ന ഒരമ്മ അത്രയും കരുതലും ജാഗ്രതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം പൈതലിനെ മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ അള്ളാഹു പറയുന്നത്, ഈ നാളിൽ ഓരോ മുലയൂട്ടുന്ന അമ്മയും താൻ മുലയൂട്ടിക്കൊണ്ടിരുന്നത് ഏതൊരു കുഞ്ഞിനാണോ ആ കുഞ്ഞിന്റെ കാര്യം വിസ്മരിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ശ്രദ്ധയുണ്ടാകാനുള്ള ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയിൽ കുഞ്ഞിനെ കൈവിട്ടു പോവുകയോ കുഞ്ഞ് കയ്യിലുള്ള കാര്യം പോലും ഓർമ്മയില്ലാത്ത വിധത്തില് വെപ്രാളപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർദഅത്. ആരെയാണോ അവര് പാലൂട്ടിക്കൊണ്ടിരുന്നത് ആ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരുന്ന അമ്മ മറന്നു പോകുന്ന ആ നാള്. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. ഓരോ ഗർഭിണിയും തന്റെ ഗർഭത്തിലുള്ളതിനെ വിസർജിച്ചു പോവുകയും ചെയ്യുന്ന നാളാണത്. ഭയങ്കര കരുതലുണ്ടാവുന്ന മറ്റൊരു ഒരു കാര്യമാണ് ഗർഭിണിയുടെ ഗർഭസ്ഥ ശിശുവിനു വേണ്ടിയുള്ള ശ്രദ്ധയും കരുതലും ഒക്കെ. എന്ത് അപകടം ഉണ്ടാകുമ്പോഴും തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനൊന്നും പറ്റാതിരിക്കണേ എന്ന ഒരു ജാഗ്രതയും കരുതലും ഏത് ഗർഭിണിക്കും ഉണ്ടാകും. പക്ഷെ ഇവിടെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അതിഭീകരമായ ആ നാളിൽ ഏത് ഗർഭിണിയും തന്റെ ഗർഭത്തിലുള്ളതിനെ അങ്ങ് വിസർജിച്ചു പോകും, അല്ലെങ്കിൽ പ്രസവിച്ചു പോകും. അത് പ്രായമായി, പ്രസവത്തിന് സമയമായി, സ്വാഭാവികമായ വിധത്തിൽ പ്രസവിക്കാനായി എന്നൊന്നും ആയിട്ടില്ലാത്ത അവസ്ഥയിൽ തന്നെ തന്റെ ഗർഭത്തില് ഏതവസ്ഥയിലാണോ ആ കുഞ്ഞുള്ളത് ആ അവസ്ഥയിൽ അതിനെ അങ്ങ് പുറത്തേക്ക് തള്ളുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. തളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. തളഉ എന്ന് പറഞ്ഞാൽ അവൾ വെക്കുന്നു എന്നാണ്. താഴെ വെക്കുന്നതിനാണ്, അല്ലെങ്കിൽ താഴെ ഇട്ടേക്കുന്നതിനാണ് ആ പദം നൽകുന്ന സൂചന. അപ്പൊ ആ നാളില് വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. ഹംലുള്ള ഓരോരുത്തരും, ഓരോ സ്ത്രീയും ആ ഹംലിനെ താഴെ ഇട്ടേക്കുന്നു. അവളുടെ ഹംലിനെ, അവളുടെ ആ ഗർഭഭാരത്തിനെ താഴെ ഇട്ടേക്കുന്നു. അപ്പൊ ഗർഭം ചുമക്കുന്നവൾ അവളുടെ ആ ഗർഭഭാരത്തെ താഴെ ഇട്ടേക്കുന്ന, അല്ലെങ്കിൽ വിസർജിക്കുന്ന, പ്രസവിച്ചു പോകുന്ന ഒരു അവസ്ഥ, അത്രയും ഭീകരതയുള്ള ഒരു അവസ്ഥയാണ്. വതറന്നാസ സുഖാറ. ജനങ്ങളെ ഉന്മാദം ബാധിച്ചവരായിട്ട് കാണപ്പെടുകയും ചെയ്യും. നിനക്ക് കാണാം വതറന്നാസ സുഖാറ, ജനങ്ങളെ ലഹരി ബാധിച്ചവരായിട്ട്, ഉന്മാദം ബാധിച്ചവരായിട്ട്, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് നിനക്ക് കാണാൻ പറ്റും. അന്ന് ജനങ്ങൾ ആരും നോർമൽ ആയിട്ടല്ല ഉണ്ടാവുക. എല്ലാവരും തന്നെ ഒരുതരം ലഹരി ബാധിച്ചവരെ പോലെ സുബോധമില്ലാതെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. തറന്നാസ സുഖാറ, ഈ വാക്കുന്നാണ് സുഖർ എന്ന പഞ്ചസാര എന്ന അർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ ശർക്കര എന്ന അർത്ഥത്തിലുള്ള വാക്കും, അത് ഇംഗ്ലീഷിലെ ഷുഗർ എന്ന വാക്കൊക്കെ വരുന്നത് ഈ വാക്കുന്നാണ്. തറന്നാസ സുഖാറ, ജനങ്ങളൊക്കെ ഉന്മാദം ബാധിച്ചവരായിട്ട്, ലഹരി ബാധിച്ചവരായിട്ട്, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് നിനക്ക് കാണാം. ഒമാഹും ബി സുഖാറ, അവര് ലഹരി ബാധിച്ചവരൊന്നും അല്ല. ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് അവരെ കാണാം. അവർക്ക് ലഹരി ബാധയൊന്നുമില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ കഠോരമാണ് എന്നതാണ് അതിന്റെ രഹസ്യം. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് അതികഠോരമാണ് എന്നതിനാലാണ്
ജനങ്ങൾ ഉന്മാദം ബാധിച്ചവരെ, ലഹരി ബാധിച്ചവരെയൊക്കെ പോലെ യാതൊരു സ്വബോധവുമില്ലാത്ത വിധത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരായിട്ട് കാണപ്പെടുന്നത്. ആ നാളിന്റെ, അന്ത്യനാളിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അന്ത്യനാളിനെ വിവരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മക്കയിലെ പ്രബോധിത സമൂഹത്തെ അവര് നേരിടാൻ പോകുന്ന ദൈവിക നടപടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഭയപ്പാടുള്ളവരാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ആയത്തിൽ എന്ന് കാണാൻ കഴിയും. യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്, സംഭവിക്കാനുള്ളതാണ്. ആ കാര്യത്തിന്റെ മുന്നറിവ് ഈ ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന നിലക്ക് അവരോട് വരാനിരിക്കുന്ന അന്ത്യസമയത്തെ കുറിച്ചുള്ള അതിന്റെ ചില സൂചനകൾ അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ സൽസലത്ത് സാഹത്ത് പരാമർശിക്കപ്പെട്ടു ഒന്നാമത്തെ ആയത്തിൽ. അന്ത്യനാളിന്റെ ആ പ്രകമ്പനം എന്നത് അത് അതിഭയങ്കരമായ ഒരു സംഗതിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചം, മനുഷ്യവാസമുള്ള ഈ ദൃശ്യപ്രപഞ്ചം ഒന്നാകെ നശിപ്പിക്കപ്പെടുന്ന, അതിന് രൂപഭേദം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് വരാനിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. 3 കാഹളത്തിലൂത്ത് ഉള്ളതായിട്ട് ഖുർആന്റെയും ഹദീസുകളുടെയും സൂചനകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ത്യസമയം വരുമ്പോ സൂറില് 3 തവണയാണ് ബ്ലോ ചെയ്യപ്പെടുന്നത്. സൂർ എന്ന് പറയുന്നത് ഒരു വാദ്യോപകരണമാണ്. അപ്പോ കാഹളത്തില് 3 വ്യത്യസ്തമായ വിധത്തില് ബ്ലോ ചെയ്യപ്പെടുന്നു, ഊതപ്പെടുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതിലൊന്നാമത്തെ ഊത്ത് നടക്കുന്നത് അത് സകല മനുഷ്യരെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഊത്താണ്. ആ കാഹളത്തിലൂത്ത് നടക്കുന്നതോടെ എല്ലാവരും അതിഭയങ്കരമായ ഭീതിയിൽ അകപ്പെട്ടു പോകും. അതിനെ തുടർന്നുള്ള 2ാമത്തെ ഊത്തില് എല്ലാവരും മരിച്ചു വീഴും. ഭൂമുഖത്ത് ജീവനുള്ള എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു സന്ദർഭം, ഒരു കാര്യമാണ് നടക്കാനിരിക്കുന്നത്. 3ാമത്തെ ഒരു ഊത്താണ് ഈ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പരാമർശിക്കപ്പെടുന്ന ഒന്ന്. കാഹളത്തിലുള്ള 3ാമത്തെ ഊത്ത് അതില് ബ്ലോ ചെയ്യപ്പെടുന്നതോടുകൂടി അത് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനവും കൽപ്പനയും ഒക്കെയാണത്. അതിനെ ആലങ്കാരികമായിട്ട് കാഹളത്തിൽ ഊതുന്നു എന്ന വിധത്തിൽ വിവരിക്കുകയാണ്. നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. നമുക്കറിയില്ല ഏതു വിധത്തിലാണ് അത് നിർവഹിക്കപ്പെടാൻ പോകുന്നത് എന്ന്. അള്ളാഹുവിന്റെ കയ്യിൽ ഒരു കാഹളമുണ്ടോ, അതിൽ ഊതുകയാണോ, അതോ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് അതിൽ ഊതുകയാണോ? ഇതിന്റെ കൃത്യമായ ഒരു കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചില പ്രതീകാത്മകമായ വിവരണങ്ങളിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചിത്രം വരച്ച് കാണിച്ചു തരികയാണ്. അതാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആ ഊത്തുണ്ടാകുമ്പോ സകലരും അവരുടെ സുഖാവസ്ഥയും സമാധാനാവസ്ഥയും ഒക്കെ വിട്ട് അതിഭയങ്കരമായി ഭയപ്പെടുത്തപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. വല്ലാത്ത ഭയം എല്ലാവരെയും പിടികൂടിയിട്ടുണ്ടാവും. ഇതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പിന്നിട്ട കാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഭൂമി കുലുക്കം, സുനാമി, അതുപോലെയുള്ള പ്രളയം പോലെയുള്ള ദുരന്തങ്ങള്, അവയുടെ മുന്നിൽ മനുഷ്യന് വലിയ അധികാരികളൊക്കെ ആയ ആളുകൾ പോലും നിസ്സഹായരായി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇനി കാര്യങ്ങളൊന്നും നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിലല്ല എന്ന് സമ്മതിച്ചു പറയുന്ന, ഭൂമുഖത്ത് വലിയ നിഗളിപ്പോടുകൂടി വിരാജിച്ചിരുന്ന പലരെയും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഒന്നാമത്തെ
കാഹളത്തിൽ ഊത്ത് സംഭവിക്കുമ്പോൾ സകലരും വിറകൊള്ളിക്കപ്പെടുന്നു എന്നതാണ് ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ ഈ വിവരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുമ്പോഴാണ് സകലരും മരിച്ചു വീഴുന്നത്, ഭൂമി പൂർണ്ണമായിട്ട് ഉടച്ചു വാർക്കപ്പെടുന്നത്, പർവ്വതങ്ങള് ധൂളികളായി വായുവിലങ്ങനെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പാറി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും, സകലരും മരിച്ചു വീഴും. മൂന്നാമതൊരു ഊത്ത് സംഭവിക്കുമ്പോൾ മരിച്ചു വീണ സകലരും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഈ വിധത്തിലാണ് ഖുർആനും സുന്നത്തും അത് വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അതിലെ ആദ്യത്തെ ഊത്തിനെയാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിധത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക. ചിലര് ഇത് മൂന്നാമത്തെ ഊത്തിന്റെ സന്ദർഭമാണ്, എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാനുള്ള സന്ദർഭമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഖുർആന്റെ ആയത്തുകളിലെ സൂചനയോട് യോജിക്കുന്നില്ല. ഇവിടെ തന്നെ വിവരിച്ച ഒരു സംഗതി, ഓരോ മുലയൂട്ടുന്ന പാലൂട്ടുന്ന ഉമ്മയും കുഞ്ഞിനെ മറന്നു പോകുന്ന ഒരു സന്ദർഭമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അവിടെ ഓരോരുത്തരും വ്യക്തികൾ എന്നുള്ള നിലക്കാണ് ഹാജരാക്കപ്പെടുന്നത്, അമ്മയും കുഞ്ഞും എന്നുള്ള നിലക്കല്ല. അതുകൊണ്ട് ആ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണെന്നത് അനുമാനിക്കാൻ വയ്യ. അതുപോലെ ഗർഭിണിയായ സ്ത്രീ അതിന്റെ ഗർഭത്തിലുള്ളതിനെ താഴേക്ക് വിട്ടുകളയുന്ന, അതിനെ പുറന്തള്ളുന്ന ഒരു കാര്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതും അന്ത്യനാളില് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ചല്ല എന്നതിന്റെ ഒരു സൂചനയാണ്. ഈ കാഹളത്തിലെ 3 ഊത്തുകളിൽ ആദ്യത്തേതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വിലയിരുത്തല് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിലെ സൂചനകളുമായിട്ട് വളരെ യോജിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ അന്ത്യസമയത്തിന്റെ ഭീകരതയെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യര് അവരുടെ ഐഹിക ലോക ജീവിതകാലം സ്വബോധത്തോടുകൂടി കാര്യഗൗരവത്തോടുകൂടി സംഗതികള് നിർവഹിക്കുന്നവരാകാൻ വേണ്ടിയ അവരെ അന്ത്യനാളിനെ കുറിച്ചുള്ള അതിന്റെ ഭീകരത ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുകയാണ്. സൂറത്തുൽ ഹാഖയില് പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ഫൈദ നുഫിഖ ഫി സൂർ നഫ്ഖതൻ വാഹിദ. സൂറിൽ നാം ഒന്നാമത്തെ ഊത്ത് ഊതുന്ന ഘട്ടത്തില് വഹുമിലത്തിൽ അർളു വൽ ജിബാൽ ഫദക്കത ദക്കതം വാഹിദ. ഭൂമിയും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുത്ത് ഒരൊറ്റ അടിക്ക് ഉടച്ച് ധൂളികളാക്കപ്പെടുന്ന ആ സന്ദർഭം. പർവ്വതങ്ങള് ഉൾപ്പെടെയുള്ള ഭൂമി അതിന്റെ സ്റ്റേബിളായ, അതിന്റെ കൃത്യമായ ഓർബിറ്റിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട് അത് തരിപ്പണമാവുന്ന, തകർന്ന് പൊടിപൊടിയായി പോകുന്ന, ധൂളികളായി പോകുന്ന ഒരു സന്ദർഭം. അപ്പൊ യൗമ ഇനിയും വക്കാഴത്തിൽ വാക്യാണ്, അന്നാളിലാണ് ആ സംഭവം അരങ്ങേറുക എന്നാണ് അവിടെ സൂറത്തുൽ ഹാഖയില് വിവരിക്കപ്പെടുന്നത്. മറ്റിടത്ത് സൂറത്തു സൽസലയിൽ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ. ഭൂമി അതിഭീകരമായ വിധത്തിൽ പ്രകമ്പനം കൊള്ളിക്കപ്പെടുകയും അതിന്റെ ഭാരങ്ങളൊക്കെ, അതിന്റെ അന്തർഭാഗത്തുള്ളതിനെയൊക്കെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന നാളിൽ, ആ സന്ദർഭത്തില് മനുഷ്യൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്, മാലഹ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത് എന്ന്. ഇനി മറ്റൊരു സൂറത്തുൽ നാസിയാത്തിൽ കാണാവുന്നത് ഇങ്ങനെയാണ്: യൗമ തർജുഫുർ റാജിഫ. അതിഭയങ്കരമായിട്ട്
ഒരു സ്ഫോടനം നടക്കുന്ന ആ നാൾ, തത്ബഉഹ റാദിഫ, അതിനെ തുടർന്ന് മറ്റൊരു സ്ഫോടനവും ഉണ്ടാകുന്ന ഘട്ടം, ഖുലൂബു യൗമഇദിൻ വാജിഫ, ആ സന്ദർഭത്തിൽ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു അതിഭീകരമായ സ്ഫോടനം, അതിനെ തുടർന്ന് വേറെയും ഒരു സ്ഫോടനം, അതോടുകൂടി മനുഷ്യരാകെ ഭയത്തിലും വെപ്രാളത്തിലുമായി പേടിച്ചു വിറക്കുന്ന അവസ്ഥയിലാവുക. അബ്സാറുഹ ഖാശിയ, കണ്ണുകളൊക്കെ തുറച്ച് പുറത്തേക്ക് തള്ളിയ അവസ്ഥയായി മാറും. ഇതാണ് സൂറത്തുൻ നാസിയാത്തിലെ വിവരണം. ഇവിടെയും ആ ഭയപ്പെടുത്തലിന്റെ ആദ്യത്തെ കാഹളത്തിലുള്ള ആദ്യത്തെ ഊത്തിനെയാണ് പരാമർശിക്കുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലില് മറ്റൊരു വിവരണം കാണാം. ഇതാ റുജ്ജത്തിൽ അർദു റജ്ജ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുമ്പോ, വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങള് തകർന്ന് തരിപ്പണമാകുമ്പോ, ഫകാനത്ത് ഹബാഅൻ മുൻബസ്സ, ആ പർവ്വതങ്ങളൊക്കെയും തന്നെ കാറ്റിൽ പാറി നടക്കുന്ന ധൂളികളായി മാറിപ്പോകുമ്പോ എന്നൊരു വിവരണം കാണാം. അത് സൂറത്തുൽ വാഖിയയിലാണ്. അതിനെ തുടർന്ന് സൂറത്തുൽ മുസമ്മിലില് ഇങ്ങനെ കാണാം. ഫകൈഫ തത്തഖൂൻ, നിങ്ങള് രക്ഷപ്പെടുവാൻ സൂക്ഷ്മത കാണിക്കുന്നവരാകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു സൂക്ഷ്മത ഉള്ളവരാകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഇൻ കഫർത്തും യൗമൻ യജാലുൽ ബിൽദാൻ ശൈബ, നിങ്ങൾ ഒരു നാളിനെ നിഷേധിക്കുന്നവരാണ്. കുഞ്ഞുങ്ങൾ പോലും മുടി നരച്ചു പോയവരായി മാറുന്ന ഒരു നാളാണത്. ആ നാളിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷാമാർഗം അവലംബിക്കാൻ സാധിക്കും? അസ്സമാഉ മുൻഫത്തിറും ബി, ആകാശം ആ നാളില് പൊട്ടിപ്പിളർന്നു പോകുന്നതായിരിക്കും. ഈ വിധത്തിലാണ് സൂറത്തുൽ മുസമ്മിലിൽ അത് വിവരിക്കപ്പെടുന്നത്. അപ്പോ സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യത്തെ 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ 2 ആയത്തുകളിൽ അള്ളാഹു മനുഷ്യരാശിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നടപടിയെക്കുറിച്ച് ഭയപ്പാടുള്ളവരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ നാളിനെ കുറിച്ചുള്ള ഒരു വിവരണം ഇവിടെ നടത്തുന്നത്. ആ അന്ത്യസമയം എന്നത് അതിഭയങ്കരമായ പ്രകമ്പനം, ആ പ്രകമ്പനം അതിഭയങ്കരമായ ഒരു കാര്യമാണ്. അത് നേരിട്ട് കാണുമ്പോൾ അന്നത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. പാലൂട്ടുന്ന അമ്മമാര് അവർ ആർക്കാണോ പാലൂട്ടിക്കൊണ്ടിരുന്നത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്ന ഒരു അവസരമാണത്. ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ നിന്ന് ഓരോ ഗർഭിണിയും പുറന്തള്ളുന്ന ഒരു സമയം. ജനങ്ങളൊക്കെ ഉന്മാദം ബാധിച്ചവരായി, ലഹരി ബാധിച്ചവരായി കാണപ്പെടുന്ന ഒരവസ്ഥ. എന്നാൽ അവർക്ക് ലഹരിയൊന്നുമില്ല, ലഹരിയൊന്നും ബാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനവും കഠോരവുമാണ് എന്നത് മാത്രമാണ് അവരെ ആ അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.